ഹലോ എവറി വൺ. എൻ്റെ ടോപ്പിക്ക് എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജിയിലെ ഫേറ്റ് മാപ്പ് ഓഫ് ഫ്രോഗാണ്. അതിലെ ഫസ്റ്റ് ഫേറ്റ് മാപ്പ് എന്നാണ് നോക്കുക. ഫേറ്റ് മാപ്പ് എന്ന് വെച്ചാൽ ഒരു എംബ്രിയോൻ്റെ ഉള്ളിലുള്ള ബ്ലാസ്റ്റോമിയസിൻ്റെ അൾട്ടിമേറ്റ് ഫേറ്റ്, അതായത് ഒരു എംബ്രിയോ ഏത് സ്ട്രക്ചറായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് ഫേറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഒരു എംബ്രിയോൻ്റെ ഉള്ളിലുള്ള ബ്ലാസ്റ്റോമിയസിൻ്റെ ഫേറ്റ്, അതായത് എംബ്രിയോ ഏത് സ്ട്രക്ചറായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് ഫേറ്റ് മാപ്പ്. A fate map is a diagram or series of diagrams indicating the later structure or adult parts of the development for specific region of an embryo or egg cortex. Fate map is used to show how a cell or tissue moves what it will become during normal development. ഈ ഫേറ്റ് മാപ്പ് ഒരു സെല്ലിൻ്റെയോ അല്ലെങ്കിൽ ടിഷ്യൂൻ്റെയോ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിൽ അതെന്തായി തീരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഫേറ്റ് മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേറ്റ് മാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വാൾട്ടർ വോഗട്ടാണ്. അത് 1925 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആസ് എ മീൻസ് ടു ട്രേസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് റീജിയൻ ഓഫ് ദ ഏർലി എംബ്രിയോ by the artificial vital staining technique. According to fate map studies, the entire surface of the blastula of a frog may be divided into 3 regions. ഈ ഫേറ്റ് മാപ്പ് പ്രകാരം ഫ്രോഗിൻ്റെ ബ്ലാസ്റ്റുല 3 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് എക്ടോഡെർമൽ ഏരിയ ആണ്. ഈ പ്രോസ്പെക്റ്റീവ് എക്ടോഡെർമൽ ഏരിയ എന്ന് വെച്ചാൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് കാണപ്പെടുന്നത് ആനിമൽ പോളിലാണ്, ബ്ലാസ്റ്റുലേൻ്റെ ആനിമൽ പോളിലാണ് ഇത് കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് കവേഴ്സ് മേജർ പോർഷൻ ഓഫ് ദ ആനിമൽ ഹെമിസ്ഫിയർ. ഈ പ്രോസ്പെക്റ്റീവ് എക്ടോഡെർമൽ ഏരിയയിൽ 2 മെയിൻ ഏരിയാസ് കാണപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രോസ്പെക്റ്റീവ് എപ്പിഡെർമൽ എക്ടോഡെർം. ഈ പ്രോസ്പെക്റ്റീവ് എപ്പിഡെർമൽ എക്ടോഡെർം ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത് ആൻറ്റീരിയോ വെൻട്രൽ സൈഡ് ഓഫ് ദ ബ്ലാസ്റ്റുലേൻ്റെ ആൻറ്റീരിയോ വെൻട്രൽ സൈഡിലാണ് ഈ പ്രോസ്പെക്റ്റീവ് എപ്പിഡെർമൽ എക്ടോഡെർം കാണപ്പെടുന്നത്, വിച്ച് ഫോം സ്കിൻ എപ്പിഡെർമിസ്. ഇത് സ്കിന്നിൻ്റെ ഡെവലപ്മെൻറ്റിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നൊരു റീജിയനാണ്. The material for the nose, ears, suckers and the ectodermal part of the mouth are present in this area. പിന്നെ രണ്ടാമത് വരുന്ന റീജിയനാണ് പ്രോസ്പെക്റ്റീവ് ന്യൂറൽ എക്ടോഡെർം ഏരിയ, വിച്ച് ഇസ് ഫൗണ്ട് ലാർജ്ലി ഓൺ ദ ഡോർസൽ സൈഡ്. ഇത് ബ്ലാസ്റ്റുലേൻ്റെ ഡോർസൽ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നെർവസ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Inside this area occurs a sub-area that develops into eye of the embryo. ഈ ഏരിയൻ്റെ ഉള്ളിലായിട്ടൊരു സബ് ഏരിയ ഉണ്ട്. അത് ഈ എംബ്രിയോൻ്റെ ഐ ഡെവലപ്മെൻറ്റിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത് വരുന്ന ഏരിയ ആണ് പ്രോസ്പെക്റ്റീവ് നോട്ടോകോഡ് ആൻഡ് മീസോഡെർം ഏരിയ. ഈ നോട്ടോകോഡ് ആൻഡ് മീസോഡെർം ഏരിയ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത് മാർജിനൽ സോണിലാണ്, ഗോയിങ് ഓൾ അറൗണ്ട് ദ ഇക്വേറ്റർ ഓഫ് ദ ബ്ലാസ്റ്റുല. ഇക്വറ്റോറിയൽ റീജിയനിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഈ റീജിയൻ the major portion of the gray crescent present on the dorsal side develops into the notochord. ഇതിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് ഗ്രേ ക്രെസൻറ്റ് പ്രസൻ്റ് ആണ്. ഈ ഗ്രേ ക്രെസൻറ്റ് നോട്ടോകോഡിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. The future mesoderm area is located on either side of the notochordal area. Beneath the notochordal area and towards the vegetal pole there lies a narrow strips of cells called precaudal plate. നോട്ടോകോഡൽ ഏരിയൻ്റെ താഴ്വശത്തായിട്ട് അല്ലെങ്കിൽ ടുവേർഡ്സ് വെജിറ്റൽ പോള് ഒരു നാരോ സ്ട്രിപ്സ് ഓഫ് സെൽസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് പ്രീകോഡൽ പ്ലേറ്റ്, which forms the precaudal connective tissue of the embryo. പ്രീകോഡൽ കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യും എംബ്രിയോയിൽ.
അതേപോലെ മൂന്നാമത് കാണുന്ന റീജിയണാണ് പ്രോസ്പെക്റ്റീവ് എൻഡോഡെർമൽ ഏരിയ. ഈ പ്രോസ്പെക്റ്റീവ് എൻഡോഡെർമൽ ഏരിയ എൻറ്റയർ നോൺ പിഗ്മെൻറ്റഡ് ഏരിയ ഓൺ ആൻഡ് അറൗണ്ട് ദ വെജിറ്റൽ പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോസ്പെക്റ്റീവ് എൻഡോഡെർം. ഈ പ്രോസ്പെക്റ്റീവ് എൻഡോഡെർമൽ ഏരിയ എന്ന് വെച്ചാൽ നോൺ പിഗ്മെൻറ്റഡ് ഏരിയ ആണ്. ഇത് വെജിറ്റൽ പോളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് സെൽസ് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. that are later found in the midgut and hindgut. The anterior part of the alimentary canal, the endodermal lining of the mouth, gill region and pharynx are developed from the endodermal cells located just below the precaudal plate area of the mid-dorsal point of the gray crescent. പിന്നെയുള്ളത് ഇതാണ് 3 റീജിയൻസ് ഫ്രോഗിൻ്റെ ബ്ലാസ്റ്റുലയിൽ കാണുന്നത്. ഫസ്റ്റ് പ്രോസ്പെക്റ്റീവ് എക്ടോഡെർമൽ ഏരിയ, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോസ്പെക്റ്റീവ് എപ്പിഡെർമൽ എക്ടോഡെർമും പ്രോസ്പെക്റ്റീവ് ന്യൂറൽ എക്ടോഡെർം ഏരിയയും. പിന്നെ രണ്ടാമത് വരുന്ന റീജിയനാണ് പ്രോസ്പെക്റ്റീവ് നോട്ടോകോഡൽ ആൻഡ് മീസോഡെർം ഏരിയ. മൂന്നാമത് വരുന്നത് പ്രോസ്പെക്റ്റീവ് എൻഡോഡെർമൽ ഏരിയ. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഫെയ്ത്ത് മാപ്പ്. Various techniques have been devised for the construction of faith map. This tracing the course of natural colors and artificial markings are most important. In practice, one makes some sort of marks on or inside egg or embryo with any number of agents: charcoal, dye, soot, old-fashioned ways, or modern agents like fluorescent molecule, rhodamines, conjugated dextrine, or proteins like green fluorescence protein or enzyme encoded by infected gene or mRNAs. There are two methods used for construction of map. 2 methods ആണ് ഫെയ്ത്ത് മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നാച്ചുറൽ മാർക്കിങ്സും രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ മാർക്കിങ്സും. ഈ ആർട്ടിഫിഷ്യൽ മാർക്കിങ്സ് തന്നെ 3 ടൈപ്പാണ്: വൈറ്റൽ സ്റ്റെയിനിങ്ങും, കാർബൺ പാർട്ടിക്കിൾ മാർക്കിങ്ങും, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ലേബിളിങ്ങും. ഫസ്റ്റ് അതിൽ വരുന്നത് നാച്ചുറൽ മാർക്കിങ്സ് ആണ്. ദ സൈറ്റോപ്ലാസം ഓഫ് സെറിറ്റൈൻ eggs such as those of ascidians as natural pigments. അതായത് സൈറ്റോപ്ലാസം ഓഫ് സെറിറ്റൈൻ എഗ്സ്, അങ്ങനെ അസിഡിയയിലെല്ലാം നാച്ചുറലായിട്ടുള്ള പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ദസ് ഇൻ eggs of Stelia, 4 colored centers have been recognized: an upper hemisphere of light protoplasm, a yellow crescent posterior-ventrally, a grey crescent anterior-dorsally, and a vegetal area of dark grey yolky substance. The fate of these areas can be followed very easily. It being revealed that the epiclear cytoplasm contains the material for epidermal ectoderm. The grey crescent area differentiates into the prospective neuroectoderm and notochord. The yellow crescent becomes the prospective mesoderm, and dark grey yolky forms prospective endoderm. അതായത് ചില ഓർഗാനിസത്തിൽ എംബ്രിയോസിലെല്ലാം ഡെഫിനിറ്റ് ആയിട്ടുള്ള മാർക്കിങ്സ് ഉണ്ടായിരിക്കും. അതായത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള മാർക്കിങ്സ് കാണാൻ വേണ്ടി പറ്റും. അതായത് പല റീജിയൻസിലും വ്യത്യാസമായിട്ടുള്ള കളറേഷൻസും അതേപോലെ തന്നെ ടെക്സ്ചറും ഒക്കെ കാണിക്കും. ഇങ്ങനെയുള്ള റീജിയൻസ് അൾട്ടിമേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ടായിരിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണെന്നില്ല അസിഡിയൻസിനെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഫ്രോഗിലും ഇതേപോലെയുള്ള നാച്ചുറൽ മാർക്കിങ്സ് ഉണ്ടാവലുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ മാർക്കിങ്. ഈ ആർട്ടിഫിഷ്യൽ മാർക്കിങ്ങിൽ തന്നെ 3 മെത്തേഡ്സ് ആണുള്ളത്. അതായത് there are 3 methods to mark or label the early blastomeres. By which their fate can be traced out. They are first vital staining ആണ്. ഇതിൽ വൈറ്റൽ സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ ഏർലി എംബ്രിയോളജിസ്റ്റ് യൂസ്ഡ് വൈറ്റൽ ഡൈസ് which should stain but not harm the cells.
ഏർലി എംബ്രിയോളജിസ്റ്റ് എല്ലാം വൈറ്റൽ ഡൈസ് യൂസ് ചെയ്യും. അതായത് വൈറ്റൽ ഡൈസ് എന്ന് വെച്ചാൽ വിച്ച് വുഡ് സ്റ്റേ ബട്ട് നോട്ട് ഹാം ദ സെൽ. അതായത് സെൽസിനെ സ്റ്റെയിൻ ചെയ്യും ബട്ട് സെൽസിനെ ഹാം ചെയ്യാത്ത ഡൈസാണ് ഇത്. To show movement of individual cells or group of cells, the tissue to which the cells contribute would thus be labeled and visible in the adult organism. The first person to develop and use this technique to cell's fate was embryologist Walter Wogat in 1929. അതായത് ഈ കുറേ ആർട്ടിഫിഷ്യൽ മാർക്കിങ്ങിൽ ഈ വൈറ്റൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് കുറേ വൈറ്റൽ ഡൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് സെൽസിൻ്റെ മൂമെൻറ്റ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡൈസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മളെ വോൾട്ടർ വോഗട്ട് ഇൻ 1929 ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. Wogat used small chips of agar impregnated with a vital dye such as Nile blue or Nile red, which be placed on a particular cell or population of cell in xenopus embryos until the dye absorbed into the yolk platelets. Which he placed on a particular cell or population of cell in xenopus embryos until the dye absorbed into the yolk platelets within the desired cells. Once the cells were effectively labeled, the agar chips would be removed and the embryo was allowed to development normally. With the method, Wogat was able to distinguish movement of particular cell populations and the ultimate organ or tissue into which they integrated vital staining, armic blue, sulfate, neutral red, genus green, etc. അതായത് ഇതിൽ ഈ സ്റ്റെയിനിൽ ഒരു സോളിഡ് മീഡിയം ഫിക്സ് ചെയ്യണം. അതായത് ഈ സ്റ്റെയിനിനെ ഒരു സോളിഡ് മീഡിയത്തിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഗാറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള അഗാർ ഫിക്സ് ചെയ്ത സ്റ്റെയിനിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് എംബ്രിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഈ സ്റ്റെയിനിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് എംബ്രിയോൻ്റെ ഉള്ളിലുള്ള ബ്ലാസ്റ്റോമിയസിലേക്ക് പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യും. ഇനി ഇങ്ങനെയുള്ള എഗ്ഗിൻ്റെ ബ്ലാസ്റ്റുള്ള ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഇൻക്യുബേഷന് ശേഷം ഈ സ്റ്റെയിനിൻ്റെ മൂവ്മെൻറ്റ് ബ്ലാസ്റ്റോമിയയിൽ ഇങ്ങനെ സ്റ്റെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബ്ലാസ്റ്റോമിയറിൻ്റെ ഫേറ്റ് പെർട്ടിക്കുലർ സെല്ലിൻ്റെ അകത്ത് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്ന അതിൻ്റെ പ്രോജനി ഉണ്ടാകുമ്പോൾ അതിൽ സ്റ്റെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റെയിനിൻ്റെ മൂമെൻറ്റിന് കണ്ടുപിടിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ ബ്ലാസ്റ്റോമിയസിൻ്റെ ഇതൊക്കെ സ്ട്രക്ചറിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് മുന്നേ നമുക്ക് ഇത് ഈ മൂവ്മെൻറ്റിന് ഈ സ്റ്റെയിൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സെല്ലിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ. പിന്നെയുള്ളത് കാർബൺ പാർട്ടിക്കിൾ മാർക്കിംഗ് ആണ്. ദിസ് ടെക്നിക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സ്പ്രാറ്റ് 1946 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ടു ഡെമോൺസ്ട്രേറ്റ് ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ primitive streak formation in chick. This consists of applying tiny particles of carbon over the surface of blastomeres. They stick to the cell surface and enable to follow the movement of the cell and to determine the factor of these blastomeres. ഇതിലുള്ളത് ഇവിടെ മാർക്കിങ്ങിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇൻസോളിബിൾ കാർബൺ പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഇൻസോളിബിൾ കാർബൺ പാർട്ടിക്കിൾ എംബ്രിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നീട് ഈ കാർബൺ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ കാർബൺ പാർട്ടിക്കിൾ
മാർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ലേബിളിംഗ് ആണ്. ഇതിലുള്ളത് the radioactive isotopes such as C14 and P are used to label the early blastomeres. By carefully following the course of these radioactive isotopes, the fate of blastomeres can be determined of the cell to determine the fate of these blastomeres. ഇവിടെ ഈ C14ഉം P32 പോലുള്ള പാർട്ടിക്കിൾസാണ് ബ്ലാസ്റ്റോമിയറായിട്ട് ഇത് ടാഗ് ചെയ്യും. എന്നിട്ട് ഈ ബ്ലാസ്റ്റോമിയറിൻ്റെ ഫേറ്റ് ഡിറ്റർമിൻ ചെയ്യും. അതാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. താങ്ക് യു.